ജംഗിൾ ബുക്ക് ഭാഗം 10. അടുത്ത തവണ ഞാൻ നായാടുമ്പോൾ നിന്നെ ഓർക്കാം. ഇരയുടെ തല നിനക്ക് മാത്രമായി മാറ്റിവെക്കാം. അത് സാരമില്ല. ആ കുട്ടി സൂത്രവാക്യം ചൊല്ലി, അതുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിറവേറ്റിയതാണ് എന്ന് പറഞ്ഞ് പരുന്ത് വട്ടമിട്ട് മുകളിലേക്ക് പോയി. എന്നിട്ട് മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. അവൻ പഠിച്ചത് മറന്നിട്ടില്ല. ബാലു അഭിമാനത്തോടെയാണത് പറഞ്ഞത്. കുരങ്ങന്മാർ മരത്തിന് മുകളിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോഴും ആ കൊച്ചുകുട്ടി സൂത്രവാക്യം മറന്നില്ല. അത്ര ശക്തിയായി നീ അവന്റെ തലയിൽ അടിച്ചു കയറ്റിട്ടുണ്ട് സൂത്രവാക്യങ്ങൾ. ബഗീര സമ്മതിച്ചു. ഇനി നമുക്ക് സമയം കളയാതെ വാനര നഗരത്തിലേക്ക് പോകാം. ആ സ്ഥലം എവിടെയാണെന്ന് അവർക്കറിയാം. പക്ഷേ കാട്ടിൽ വസിക്കുന്നവർ അങ്ങോട്ട് പോകാറില്ല. കൊടുങ്കാട്ടിനുള്ളിലെ മനുഷ്യവാസമില്ലാത്ത ഒരു പുരാതന നഗരമാണത്. ഒരിക്കൽ മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലത്ത് പിന്നീടൊരിക്കലും കാട്ടിലുള്ളവർ കുടിയേറി പാർക്കാറില്ല. കാട്ടുപന്നികൾ പോകും, പിന്നെ കുരങ്ങന്മാർ എവിടെയും കഴിഞ്ഞോളും. കടുത്ത വേനൽക്കാലത്ത് മറ്റെങ്ങും വെള്ളം കിട്ടാതെ വരുമ്പോൾ കുടിവെള്ളം അന്വേഷിച്ച് പോകുന്നതല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ആത്മാഭിമാനമുള്ള മൃഗങ്ങൾ തയ്യാറാവുകയില്ല. വേഗം നടന്നാൽ അരരാത്രിയുടെ ദൂരമുണ്ട്, ബഗീര പറഞ്ഞു. എത്ര വേഗത്തിൽ നടക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ബാലു മറുപടിയും പറഞ്ഞു. നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ വയ്യ. ഞാനും കായും മുമ്പേ നടക്കാം, നീ പിന്നാലെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ബഗീര പുറപ്പെട്ടു. കാലില്ലെങ്കിലും നിങ്ങളെ ഞാൻ തോൽപ്പിക്കും. എന്നെ വെല്ലുവിളിക്കുകയോ? കാ ഇഴഞ്ഞു നീങ്ങി. നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ വയ്യ. ഞാനും ബാലുവും മുമ്പേ നടക്കാം, നീ പിന്നാലെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ബഗീര പുറപ്പെട്ടു. കാലില്ലെങ്കിലും നിങ്ങളെ ഞാൻ തോൽപ്പിക്കും എന്ന് വെല്ലുവിളിയോടെ കാ ഇഴഞ്ഞു നീങ്ങി. 4 ചുവട് നടന്നപ്പോഴേക്കും ബാലു കിതച്ചു തുടങ്ങി. കുതിച്ചു ചാടുന്ന ഒരു പുഴ കടക്കേണ്ടി വന്നപ്പോൾ പുള്ളിപ്പുലി ഒറ്റ ചാട്ടത്തിന് അക്കരെ എത്തി. മലമ്പാമ്പ് തല വെള്ളത്തിന് മുകളിൽ പിടിച്ച് നീന്തി ചെല്ലാൻ അല്പം വൈകിയെങ്കിലും നിരപ്പുള്ള നിലത്ത് അതിവേഗം ഇഴഞ്ഞ് കൂട്ടുകാരന്റെ അടുത്തെത്തി. അത് കണ്ട് ബഗീര അത്ഭുതപ്പെട്ടു. കാ, നീ നല്ല വേഗത്തിൽ ഇഴയുന്നുണ്ടല്ലോ. എനിക്ക് വിശക്കുന്നു, കാ പറഞ്ഞു. എന്നെ ആ പരീക്ഷകൾ എന്താണ് വിളിച്ചത്? ഞാഞ്ഞൂലെന്നോ? മണ്ണിരയെന്ന്, പൊന്തൻ മണ്ണിരയെന്ന് അവർ വിളിച്ചത്. എല്ലാം ഒന്നു തന്നെ. വാ, നമുക്ക് പോകാം. ഒരു കൊച്ചരുവി ഒഴുകുന്നത് പോലെ മലമ്പാമ്പ് അതിവേഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മൂവന്തിക്ക് കാട്ടിൽ ഇരുട്ട് പരന്നപ്പോൾ അവന്റെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങി. വാനര നഗരത്തിലെത്തിയ കുരങ്ങന്മാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മൗഗ്ലിയുടെ കൂട്ടുകാരെ കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല. അവിടുത്തെ കാഴ്ചകൾ കണ്ട് മൗഗ്ലി അമ്പരന്നു. തകർന്നു മണ്ണടിഞ്ഞതാണെങ്കിലും ഒരു ഇന്ത്യൻ നഗരം അതിനു മുമ്പ് അവൻ കണ്ടിട്ടില്ല. ഒരു കൊച്ചു കുന്നിൻ മുകളിൽ ഏതോ ഒരു രാജാവ് നിർമ്മിച്ചതാണിത്. കോട്ടവാതിലിലേക്കുള്ള കൽപ്പടവുകളും വലിയ വാതിലിന്റെ അവശിഷ്ടങ്ങളും ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും മരങ്ങളും ചെടികളും വളർന്ന് കാട് പിടിച്ചിരിക്കുകയാണ്. കുന്നിന്റെ തലപ്പത്ത് മേൽക്കുല പോലെ കൊട്ടാരത്തിന്റെ ചില ചുമരുകളും അങ്ങിങ്ങ് ചില കിളിവാതിലുകളും കാണാം. വള്ളിപ്പടർപ്പുകൾ കിളിവാതിലുകളെ മറയ്ക്കുന്നു. കൊട്ടാരമുറ്റത്ത് തന്നെയാണ് രാജാവിന്റെ ആനകളെ തളച്ചിരുന്ന ആനപ്പന്തി. വൻമരങ്ങളുടെ വേരുകൾ വളർന്നു കയറി അവിടെയുള്ള കരിങ്കൽ തൂണുകൾ മറിഞ്ഞു വീണിരിക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ മേൽക്കുരയില്ലാത്ത നിരനിരയായുള്ള വീടുകളുടെ അവശിഷ്ടങ്ങൾ ഒഴിഞ്ഞ തേനീച്ചക്കൂടുകളാണെന്ന് തോന്നും. നാൽക്കവലയിൽ ക്ഷേത്രമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പൊട്ടിയടർന്ന് രൂപം നഷ്ടപ്പെട്ട വിഗ്രഹം മാത്രം കാണാം. തെരുവോരങ്ങളിലെ കിണറുകൾ ചെറുകുഴികളായി മാറിയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും തങ്ങൾ ഒരു ആധുനിക രാജധാനിയിൽ താമസിക്കുന്നുവെന്നാണ് കുരങ്ങന്മാരുടെ ഭാവം. ആ കെട്ടിടങ്ങൾ ഒരു കാലത്ത് എങ്ങനെയായിരുന്നുവെന്നോ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നുവെന്നോ അവർക്കറിഞ്ഞുകൂടാ. രാജസിംഹാസനം ഇരുന്ന പീഠത്തിനു ചുറ്റും വാനരപ്പട കൂടിയിരുന്നു. എന്നിട്ട് ശരീരം ചൊറിഞ്ഞും പേൻ കൊന്നും പരസ്പരം പല്ലിളിച്ചു കാണിച്ചും നേരം പോക്കും. തങ്ങൾ നഗരവാസികളായ മനുഷ്യരാണെന്ന മട്ടിൽ കാട്ടിൽ കഴിയുന്ന മൃഗങ്ങളെ അവർ ആക്ഷേപിക്കും. ചുറ്റുപാടുമുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നും ഇഷ്ടികകൾ ഇളക്കിയെടുക്കുന്നതാണ് അവരുടെ പ്രധാന ജോലി. അവ ചിലപ്പോൾ ഒരിടത്ത് ഒന്നിച്ചു കൂട്ടും, അല്ലെങ്കിൽ ആരും കാണാത്തിടത്ത് ഒളിച്ചു വെക്കും. കുറെ കഴിയുമ്പോൾ ഒളിച്ചു വെച്ച സ്ഥലം തന്നെ അവർ മറന്നു പോകുന്നു. പരസ്പരമുള്ള അടുത്ത വഴക്കിന് കാരണം ചിലപ്പോൾ അതായിരിക്കും. പഴയ പൂന്തോട്ടങ്ങളിൽ അവശേഷിച്ചിട്ടുള്ള റോസാ ചെടികളും ഓറഞ്ച് മരങ്ങളും പിടിച്ചുകുലുക്കി. പൂക്കളും പഴങ്ങളും താഴെ വീഴുന്നത് കണ്ട് രസിക്കുന്നതാണ് അവരുടെ മറ്റൊരു വിനോദം. കൊട്ടാരത്തിലെ ഇടതാഴികളിലും ഇരുണ്ട ഗുഹാമാർഗങ്ങളിലും 1000 തവണ കയറി ഇരുന്നിട്ടുണ്ടെങ്കിലും
മറവി കൂടുതലായതുകൊണ്ട് ഓരോ തവണയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതുപോലെ കൂട്ടുകാരോട് വീമ്പിളക്കും. അവിടെയുള്ള കുളങ്ങളിലെല്ലാം ഇറങ്ങിച്ചെന്ന് വെള്ളം കുടിക്കുന്നതിനോടൊപ്പം ചാടി മറിഞ്ഞ് കലക്കുകയും ചെയ്യും. എന്നിട്ട് ഒന്നിച്ചുകൂടി നിന്ന് ഞങ്ങൾ ബന്ദർവർഗം ബുദ്ധിശാലികളാണ്, ശക്തന്മാരാണ്, ഞങ്ങളെ ജയിക്കാൻ കാനനവാസികൾക്ക് സാധ്യമല്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. അവസാനം തങ്ങളുടെ വീരകൃത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെന്ന ചാരിതാർത്ഥ്യത്തിൽ ക്ഷീണിതരായി മരക്കൊമ്പുകളിലേക്ക് മടങ്ങും. കാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് വളർന്ന മൗഗ്ലിക്ക് കുരങ്ങന്മാരുടെ ജീവിത രീതി ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അത് അർത്ഥശൂന്യമായി തോന്നുകയും ചെയ്തു. അവനെയും കൊണ്ട് വാനരന്മാർ അവിടെ എത്തിയപ്പോൾ സമയം സന്ധ്യയായി. നീണ്ട യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചിരുന്ന മൗഗ്ലിക്ക് ഉറക്കം വന്നെങ്കിലും കുരങ്ങന്മാർ കുട്ടിക്കരണം മറിയാനും നൃത്തം ചെയ്യാനും വായിൽ തോന്നിയ പാട്ടുകൾ പാടാനും തുടങ്ങി. അതിനിടയിൽ ഒരു വാനരൻ ഒരു പ്രസംഗം നടത്തി. മൗഗ്ലിയെ പിടിച്ചുകൊണ്ടുവന്നത് ബന്ദർ വംശത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണെന്നും മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഉതകുന്ന കുടകൾ നെയ്യാൻ അവൻ പഠിപ്പിക്കുമെന്നും പ്രസംഗമധ്യേ ആ കുരങ്ങൻ പറഞ്ഞു. മൗഗ്ലി വള്ളികൾ കൊണ്ട് കൂടുമെനയാൻ തുടങ്ങി. കുരങ്ങന്മാർ അല്പനേരം അത് അനുകരിക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് മടുപ്പ് തോന്നി കൂട്ടുകാരുടെ വാലുകളിൽ പിടിച്ചു വലിക്കുവാനും നാലുകാലിൽ ചാടി മറിയുവാനും ആരംഭിച്ചു. എനിക്ക് വിശക്കുന്നു, മൗഗ്ലി പറഞ്ഞു. എനിക്ക് പരിചയമുള്ള കാടല്ല ഇത്. എനിക്ക് ആഹാരം കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഞാൻ ഇര തേടാൻ പോകുന്നു. 20-30 കുരങ്ങന്മാർ കായ്കനികൾ തേടി യാത്രയായി. കുറേയൊക്കെ ശേഖരിച്ച് മടങ്ങുന്നത് വഴി അവർ തമ്മിൽ വഴക്ക് കൂടി. തിരിച്ചെത്തിയപ്പോൾ ആരുടെ കയ്യിലും ഒന്നുമുണ്ടായിരുന്നില്ല. വിശന്നു തളർന്ന മൗഗ്ലി ആളൊഴിഞ്ഞ ആ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു. ഇടയ്ക്കിടെ നായാട്ടിനുള്ള സൂത്രവാക്യം ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും മറുപടി കിട്ടിയില്ല. അപകടം പിടിച്ച ഒരിടത്താണ് താൻ അകപ്പെട്ടിരിക്കുന്നതെന്ന് അവന് ബോധ്യമായി. കുരങ്ങന്മാരെ കുറിച്ച് ബാലു പറഞ്ഞതെല്ലാം ശരിയാണ്, മൗഗ്ലി ചിന്തിച്ചു. കുരങ്ങന്മാർക്ക് നിയമമില്ല, നായാട്ടിനുള്ള സൂത്രവാക്യങ്ങളില്ല, നേതാക്കളില്ല, അർത്ഥമില്ലാത്ത ചില വാക്കുകളും മോഷ്ടിക്കാനുള്ള സാമർഥ്യവും മാത്രമാണ് അവർക്കുള്ളത്. പട്ടണി കിടന്ന് ഞാൻ ചത്തുപോവുകയുള്ളൂ. ഇവരെന്നെ കൊന്നാൽ പോലും അതിന് മറ്റാരെയും കുറ്റപ്പെടുത്താനാവില്ല. എല്ലാം എൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണ്. എങ്ങനെയെങ്കിലും എൻ്റെ കാട്ടിലെത്തിയാൽ മതിയായിരുന്നു. ബാലു എന്നെ തല്ലുമായിരിക്കും. സാരമില്ല, ഈ കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നുവെങ്കിൽ. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുദ്ദേശിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ മൗഗ്ലിയെ കുരങ്ങന്മാർ പിടിച്ചു വലിച്ചു. എത്ര സന്തോഷമായിട്ടാണ് ഇവിടെ കഴിയുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് അവർ അവനെ ഉപദേശിച്ചു. അവൻ്റെ ശരീരത്തിൽ മാന്തിയും നുള്ളിയും അവർ സ്നേഹം പ്രകടിപ്പിച്ചു. മൗഗ്ലി പല്ല് കടിച്ചുകൊണ്ട് എല്ലാം സഹിച്ചു. ചുവന്ന കല്ലുകൾ പാകിയ മഴവെള്ളം കെട്ടിക്കിടന്ന ഒരു കുളത്തിൻ്റെ കരയിലേക്ക് കുരങ്ങന്മാർ മൗഗ്ലിയെ കൊണ്ടുപോയി. വെളുത്ത മാർബിൾ കല്ലുകൾ കൊണ്ട് പണിത ഒരു മണ്ഡപം അവിടെ ഉണ്ടായിരുന്നു. 100 വർഷം മുമ്പ് അന്നത്തെ രാജ്ഞിമാർക്കിരിക്കാൻ വേണ്ടി നിർമ്മിച്ച മണ്ഡപത്തിന് മേൽക്കൂരയില്ല. കാലപ്പഴക്കം കൊണ്ട് അത് തകർന്നു വീണിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് മണ്ഡപത്തിലേക്ക് രാജ്ഞിമാർ എഴുന്നള്ളിയിരുന്ന രഹസ്യമാർഗവും ഇപ്പോഴില്ല. പക്ഷേ ചുമരുകളിൽ കൊത്തുപണി ചെയ്ത മാർബിൾ ജാലകങ്ങൾക്ക് കേട് സംഭവിച്ചിട്ടില്ല. അതുവഴി അകത്ത് കടന്ന നിലാവ് മാർബിൾ പാകിയ നിലത്ത് മനോഹരമായ ചിത്രങ്ങൾ രചിച്ചു. വിശന്നു തളർന്ന് ഉറക്കം തൂങ്ങിയിരുന്ന മൗഗ്ലിയുടെ ചുറ്റും കുരങ്ങന്മാർ കൂടിയിരുന്ന് തങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെയും ശൗര്യത്തെയും ശാന്തശീലത്തെയും കുറിച്ച് ആത്മപ്രശംസ നടത്താൻ ആരംഭിച്ചു. ഇത്രയും നല്ല കൂട്ടുകാരെ ഉപേക്ഷിച്ചു പോകുവാൻ ആഗ്രഹിച്ച മനുഷ്യക്കുട്ടിയെ അവർ ശകാരിച്ചു. അത് കേട്ട് മൗഗ്ലി ചിരിച്ചുപോയി. ഞങ്ങൾ സ്വതന്ത്രരാണ്, വാനരന്മാർ പറഞ്ഞു. ഞങ്ങൾക്കാരെയും ഭയമില്ല. കാട്ടിലെ ജീവികളിൽ വെച്ച് ഏറ്റവും പ്രശസ്തരും മാന്യരുമാണ് ഞങ്ങൾ. ഞങ്ങൾ തന്നെയാണ് ഇത് പറയുന്നത്. ഇത് സത്യമാണെന്നതിന് വേറെ തെളിവ് വേണ്ടല്ലോ. നീ ഒരു പുതിയ ആളായതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ നിനക്ക് പറഞ്ഞു തരുന്നത്. കാട്ടിൽ ചെന്ന് മറ്റു മൃഗങ്ങളോടെല്ലാം ഇക്കാര്യം നീ പറയണം. തുടർന്ന് ഓരോരുത്തരായി എഴുന്നേറ്റ് സ്വന്തം വർഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗകൻ ഇടയ്ക്കൊന്ന് നിർത്തിയാലുടൻ കൂട്ടുകാർ ആക്രോശിക്കും. അത് ശരിയാണ്, ഞങ്ങളെല്ലാവരും അതിനോട് യോജിക്കുന്നു. ഇടയ്ക്കിടെ തലയാട്ടിയും കണ്ണുമിഴിച്ചും ഉറങ്ങാതിരിക്കാൻ പാടുപെടുന്ന മൗഗ്ലി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഊവ് എന്ന് മാത്രം മറുപടി പറഞ്ഞു.
ആർപ്പുവിളിയും ബഹളവും കേട്ട് അവന് തല കറങ്ങുന്നതായി തോന്നി. ഇവരെയൊക്കെ കുറുക്കൻ തബാക്കി കടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ തന്നെത്താൻ പറഞ്ഞു. എല്ലാത്തിനും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, മുഴുത്ത ഭ്രാന്ത്. ഇവർക്ക് ഉറക്കവുമില്ലല്ലോ. അതാ ഒരു മേഘം ചന്ദ്രനെ മറയ്ക്കുന്നു. അതൊരു വലിയ മേഘമായിരുന്നെങ്കിൽ ഇരുട്ടത്ത് ഞാൻ ഓടി രക്ഷപ്പെട്ടേനെ. അവൻ മനസ്സിൽ ചിന്തിച്ചു. എനിക്ക് വയ്യ, വല്ലാത്ത ക്ഷീണം.